ഹലോ ഡിയർ ഫ്രണ്ട്സ്, പത്തിമാരി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ കുളിച്ച് ഇങ്ങനെ തലയൊക്കെ തുറത്തിക്കൊണ്ട് ബെഡിലിരിക്കുകയാണ്. അപ്പോഴത്തേക്കിനും നമ്മുടെ നവ്യ അങ്ങോട്ടേക്ക് വന്നിട്ട്, ഹലോ, ഒരാൾ നിന്നെ കാണാൻ വന്നിട്ടുണ്ട്. ആര്? ആദർശേട്ടനാണോ എന്നിങ്ങനെ നമ്മുടെ നയനെ ചോദിക്കുന്നുണ്ട്. ആദർശേട്ടനാണെങ്കിൽ എനിക്കതങ്ങ് പറഞ്ഞാൽ പോരായിരുന്നോ? പിന്നെ ഇപ്പം ആരാൻ ചോദിക്കുവേ? അത് നീ തന്നെ വന്ന് കാണുന്നത് നല്ലതെന്ന് പറയുന്നുണ്ട്. സസ്പെൻസ് ഇടാത്ത വേഗം ഒന്ന് പറ ചേച്ചി എന്ന് പറയേ. എടി, നിന്റെ അമ്മായിമ്മ നിന്നെ കാണാൻ വീണ്ടും വന്നിട്ടുണ്ട്. അപ്പോഴത്തേക്കും ഇരുന്നിടത്തൊന്ന് പെട്ടെന്ന് എണീച്ചിട്ട് ഭയങ്കര സന്തോഷത്തോടു കൂടി വരുവാണ്. അപ്പം നമ്മുടെ നവ്യ പറയുകയാണേ, ഇത് കേട്ടപ്പോൾ ഞാൻ ഞെട്ടുമെന്ന് വിചാരിച്ചേ, ഇതിപ്പോൾ നിനക്കിപ്പോൾ സന്തോഷമാണല്ലോ. ഓ, അമ്മായിമ്മ വീണ്ടും മരുമായിട്ട് മുന്നിൽ കീഴടങ്ങാൻ വന്നതിൻ്റെ സന്തോഷമായിരിക്കും അല്ലേ എന്നിങ്ങനെ ചോദിക്കുവാണേ. എനിക്കറിയായിരുന്നു അമ്മ വരുന്നതെന്ന് പറയാം. അതിന് വേണ്ടിയിട്ടായിരിക്കും നീ ഇവിടെ വന്ന് നിന്നതല്ലേ. ഇപ്പോൾ നമ്മുടെ അച്ഛനും അമ്മയും സ്ട്രിക്റ്റ് ആയല്ലോ. അമ്മ എന്നെ സ്നേഹിക്കാതെ എന്നെ അങ്ങോട്ടേക്ക് വിടത്തില്ലെന്നല്ലേ പറയുന്നത്. ആ പറച്ചിലിനൊരു കാര്യമുണ്ട്. ഇന്നിവിടെ ഭയങ്കര തർക്കം ഇവിടെ നടക്കും. അതിനുശേഷം നിന്നെ അങ്ങോട്ടേക്ക് പറഞ്ഞു കൊടുത്തുള്ളൂ. അത്രയ്ക്ക് അഹങ്കാരമൊന്നും പാടില്ലല്ലോ എന്നിങ്ങനെ നവ്യ പറയുന്നുണ്ട്. അപ്പം നമ്മുടെ നയന പറയുകയാണ്, അമ്മയ്ക്ക് അങ്ങനെ അത്ര വലിയ അഹങ്കാരമൊന്നും ഇല്ലേ ചേച്ചി എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. ഇപ്പം അങ്ങനെ ആയോ നവ്യ ചോദിക്കുവേ. എനിക്ക് എപ്പോഴും അമ്മയുടെ സ്നേഹമാണല്ലോ ചേച്ചി. അതുകൊണ്ടല്ലേ എൻ്റെ ശരീരത്തിൻ്റെ ഒരു ഭാഗം ഞാൻ അമ്മയ്ക്ക് കൊടുത്തത്. എന്നാൽ പിന്നെ നീ വാ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ നവ്യ നയനനെ വിളിച്ചുകൊണ്ട് വരും കേട്ടോ. വന്ന ഉടനെ തന്നെ നമ്മുടെ ദേവേനെ അങ്ങ് കൽപ്പിക്കുകയാണേ. ഇരുന്നിടത്തിരുന്ന് അങ്ങ് പറയുകയാണേ, നീ പെട്ടെന്ന് പോയിട്ട് ബാഗ് കൊടുത്തോണ്ട് വാ, ഇപ്പം തന്നെ നമുക്ക് ഇവിടുന്ന് ഇറങ്ങണം എന്ന് പറയുവേ. അപ്പോഴത്തേക്കും നമ്മുടെ കനക പറയേ, അതേ, ഞങ്ങളുടെ മോളോട് പോകണ്ടെന്നൊന്നും പറഞ്ഞിട്ടില്ല. ഞങ്ങളുടെ വ്യവസ്ഥ പറഞ്ഞിട്ടുണ്ട്. പോയി കഴിഞ്ഞാൽ പിന്നെ ഈ വീട്ടിലോട്ട് തിരിച്ചു വരണ്ടെന്നേ പറഞ്ഞിട്ടുള്ളൂ എന്നിങ്ങനെ പറയുവേ. അന്നേരം നമ്മുടെ ദേവയാനി മുഖത്തോട്ട് നോക്കുന്നുണ്ട് കേട്ടോ. ഞങ്ങളുമായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും അവസാനിപ്പിച്ചിട്ട് വേണം ഇവിടുന്ന് പോകാൻ. നിങ്ങൾ ഇത്ര വാശി പിടിക്കേണ്ട കാര്യം എന്താണെന്ന് ദേവയാനി ചോദിക്കേ. അപ്പം നമ്മുടെ ഗോവിന്ദൻ പറയും, ഇത് ഞങ്ങളുടെ വാശിയല്ല. 7 മാസത്തെ ചടങ്ങിന് വന്നതിന് ശേഷം ഒരുപാട് സങ്കടപ്പെട്ടിട്ടാണ് ഞങ്ങൾ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വന്നത്. അന്ന് ഞങ്ങൾക്കൊപ്പം മോളോട് വരാൻ പറഞ്ഞത് ഞങ്ങളൊരു ഉറച്ച തീരുമാനം എടുത്തിട്ട് തന്നെയാണ്. എത്ര നാൾ തൊട്ട് തുടങ്ങിയതാണ്. കല്യാണം കഴിച്ചപ്പോൾ തൊട്ട് ഞങ്ങൾ കാണുന്നതാണ് അമ്മായിയമ്മ മരുമകളെ വെറുക്കുന്നത് എന്നിങ്ങനെ ഗോവിന്ദൻ പറയുവാണേ. ഞങ്ങളങ്ങ് മടുത്തു എന്ന് പറയുവേ. എന്നിട്ട് പിന്നെ കനക പറയുകയാണേ, മോൾക്ക് ആദർശിനെ പിരിയാൻ പറ്റില്ലെന്നറിയാം. അതുകൊണ്ട് എത്ര പറഞ്ഞിട്ടും കാര്യമില്ല. അപ്പം മോള് പോവുകയാണെങ്കിൽ പൊക്കോളാൻ എന്നിങ്ങനെ പറയുവേ. പക്ഷേ ആ വീട്ടിലേക്ക് അച്ഛനും ഞാനും ഞങ്ങൾ ആരും വരില്ല എന്നിങ്ങനെ പറയുവാണേ. ഒരു ചടങ്ങിനും ഒന്നിനും വരില്ല. മോൾക്ക് വിശേഷം ഉണ്ടായാലും വരില്ല എന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പോഴത്തേക്ക് നമ്മുടെ ദേവയാനി നയനയുടെയൊക്കെ മുഖഭാഗമൊക്കെ മാറുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ ദേവയാനി ഇങ്ങനെ ചാടി എണീച്ചിട്ട് ഇങ്ങനെ കടുത്ത നിലപാടെടുക്കേണ്ടതിൻ്റെ ആവശ്യകത എന്താണെന്ന് ചോദിക്കും. അപ്പോൾ നമ്മുടെ ഗോവിന്ദനും എണീച്ചിട്ട് അതേ സ്വരത്തിൽ ഇത്രയോട് സൗണ്ട് കൂട്ടിയിട്ട് തന്നെ പറഞ്ഞു, ഞങ്ങളുടെ നിലപാട് പറഞ്ഞല്ലോ എന്നിങ്ങനെ ചോദിക്കുക. എന്നിട്ട് പെട്ടെന്ന് തന്നെ ദേവയാനി നയനയുടെ മുഖത്തോട്ട് നോക്കിയിട്ട് പറയും, നിനക്കൊന്നും പറയാനില്ലേന്ന് ചോദിക്കുവേ. അത് പിന്നെ ആദർശേട്ടൻ വന്ന് വിളിക്കാതിരുന്നതിൽ എനിക്ക് ഒരുപാട് വിഷമമുണ്ടമ്മേ. അവൻ നിൻ്റെ ഭർത്താവാ, അപ്പം ആദർശ് പറയുന്നതല്ലേ കേൾക്കേണ്ടതെന്ന് ചോദിക്കുവേ. അപ്പം നമ്മുടെ ഗോവിന്ദൻ പറയുന്നുണ്ട്, അത് 100% സത്യമാണ്, അതുകൊണ്ട് മോള് പൊയ്ക്കോ എന്നിങ്ങനെ പറയുവേ. ഞങ്ങളുമായിട്ടുള്ള ബന്ധം അറുത്തു മാറ്റിക്കൊണ്ട് വേണം പോകാമെന്നും പറയുന്നുണ്ട് കേട്ടോ. ഇതാ എനിക്ക് ഇഷ്ടപ്പെടാത്തതെന്ന് നയന കരഞ്ഞുകൊണ്ട് പറയാണ്. എന്താ അച്ഛനും അമ്മയും ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? അപ്പോൾ ആദർശമോൻ്റെ അമ്മയുടെ ഭാഗത്ത് ശരിയുണ്ടെന്നാണ് മോള് പറയുന്നത് എന്നിങ്ങനെ കനക ചോദിക്കുവേ. ഉള്ളത് പറയാലോ, ഞങ്ങൾക്കിനി നയന മോളെ അങ്ങോട്ടേക്ക് വിടാൻ താല്പര്യമില്ലെന്ന് ഇങ്ങനെ കനക തീർത്ത് പറയുന്നു കേട്ടോ. അപ്പോഴത്തേക്കും നമുക്കങ്ങ് നമ്മുടെ ദേവേനിക്ക് അങ്ങ് അടിയേറ്റതുപോലെ ആവുന്നുണ്ട്. വേറൊന്നുമല്ല, ആദർശി അമ്മ പറഞ്ഞ അങ്ങോട്ടും ഇങ്ങോട്ടും മാറാത്ത മോനാന്നറിയാം. അതുകൊണ്ട് തന്നെ മോളുടെ ആ വീട്ടിലെ ജീവിതം അങ്ങോട്ടും ഇങ്ങോട്ടും പരിങ്ങലിലാണെന്നും അറിയാം. അതെന്തുകൊണ്ടാണ് നിങ്ങൾ അങ്ങനെയൊക്കെ പറയുന്നത്? ഇപ്പം ആദർശ് ഇവളെ ഓഫീസിലേക്ക് കൊണ്ടുപോകുന്നില്ലേ? മൂർത്തീസ് ജ്വല്ലറിയുടെ ചീഫ് ഡിസൈനർ അല്ലേ നയനമോൾ? ഒരു അമ്മായിയമ്മ മരുമകളെ അംഗീകരിക്കുമ്പോൾ മാത്രമേ മരുമകൾക്ക് ആ വീട്ടിൽ അംഗീകരിക്കുന്ന സ്ഥാനം കിട്ടുള്ളൂ എന്നിങ്ങനെ ഗോവിന്ദൻ പറയുന്നുണ്ട്. ആദർശിൻ്റെ അമ്മയ്ക്ക് എന്നും മോളോട് വെറുപ്പല്ലേ? മോൾ എങ്ങനെയെങ്കിലും ആ വീട്ടിൽ നിന്ന് പോയാൽ മതി എന്നല്ലേ ആദർശിൻ്റെ അമ്മ എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരുന്നത്? ശരിയാണ്, 100 വട്ടം ചിന്തിക്കുന്നുണ്ടാവും. അതുകൊണ്ട് ഞങ്ങളുടെ മകളെ അങ്ങോട്ടേക്ക് വിടാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല എന്ന് നിങ്ങളാണോ തീരുമാനിക്കുന്നത്? എൻ്റെ മോൻ്റെ ഭാര്യനെ എവിടെ നിർത്തണമെന്ന് അവനാണ് തീരുമാനിക്കുന്നത്. എന്നാ മോളങ്ങോട്ടേക്ക് പൊയ്ക്കോ എന്നിങ്ങനെ കനക കയർത്ത് പറയുകയാണ്. അപ്പോഴത്തേക്കും നമ്മുടെ നയന പറയാണ്, ഇല്ല, ഞാൻ അങ്ങോട്ടേക്ക് പോകുന്നില്ല. അപ്പോഴത്തേക്കും നമ്മുടെ ദേവയാനിയുടെ മോഭാഗം അങ്ങ് മൊത്തത്തിൽ മാറിയേ. ഞാൻ അമ്മയുടെ കൂടെ പോയിട്ട് പിന്നെ എൻ്റെ അച്ഛനും അമ്മയും എന്നെ കാണാൻ വരുന്നില്ലെങ്കിൽ പിന്നെ ഞാൻ ഇവിടെ തന്നെ നിന്നോളാം. അപ്പോഴത്തേക്കും നമ്മുടെ ഗോവിന്ദൻ പറയുവേ, ഇത് രണ്ടും കൂടെ പറ്റത്തില്ല. ഇവിടെ നിൽക്കുന്നെങ്കിൽ ആദർശിൻ്റെ അമ്മയോട് പറയണം, ഇനി ഞാൻ അങ്ങോട്ടേക്ക് വരത്തില്ലെന്ന് ഇപ്പം പറയണമെന്ന് പറയുവേ. നമ്മുടെ ഗോവിന്ദനും കനയും കട്ടയ്ക്ക് പിടിക്കുക കേട്ടോ. മോളെ, ഇപ്പം രണ്ടിലൊന്ന് തീരുമാനം മോള് തന്നെ എടുക്കണം എന്നിങ്ങനെ കനക പറയുന്നുണ്ട്.
എന്നിട്ട് നമുക്കൊരു തീരുമാനം എടുക്കാമെന്ന് ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ദേവേന പറയുകയാണ്, ഇന്നൊരു അവസാന തീരുമാനം എടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. ഞാൻ പോകുമ്പോൾ എനിക്കൊപ്പം ഇവള് വന്നിരിക്കണം. ഞങ്ങൾ പറഞ്ഞല്ലോ, മരുമോളെ സ്നേഹിക്കാത്ത അമ്മായിയമ്മയുടെ അടുത്ത് ഞങ്ങളുടെ മോളെ വിടാൻ ഞങ്ങൾക്ക് ഒരു താല്പര്യവും ഇല്ല. അത് തന്നെയാണ് എനിക്കും പറയാനുള്ളത്. മോളെ ഒരു കാരണവശാലും ആദർശിൻ്റെ അമ്മയ്ക്കൊപ്പം വിടത്തില്ല എന്നിങ്ങനെ നമ്മുടെ ഗോവിന്ദനും പറയുകയാണ്. ഓഹോ, വാശിയാണല്ലേ? അന്നു കേട്ടോ, എൻ്റെ മരുമകളെ ഞാൻ കൊണ്ടുപോകും. ഇവള് എൻ്റെ മരുമകളാണ്. എൻ്റെ മകൻ കെട്ടിയ താലി, ഈ കഴുത്തിൽ താലി കണ്ടോ നിങ്ങൾ? അതെ, ആ താലിക്ക് ആദർശിൻ്റെ അമ്മ ഒരു പ്രശസ്തിയും കൊടുക്കാറില്ലല്ലോ. എപ്പോഴും പറയാറുണ്ടല്ലോ, മുഖം മറിച്ചിട്ടാണ് കതിർമണ്ഡപത്തിലേക്ക് കയറി വന്നത് എന്ന് പറയുന്നത്. അതൊക്കെ പഴയ കഥകളല്ലേ, അതൊക്കെ ഞാൻ മായ്ച്ചു കളഞ്ഞു എന്ന് പറഞ്ഞ് നമ്മുടെ ദേവയാനി അങ്ങ് കരച്ചിലിന് പക്കത്തേക്ക് എത്തുന്നുണ്ടേ. ഇനി മോളില്ലാതെ അനന്തപുരി തറവാട് ഒരു നിമിഷം പോലും മുന്നിലോട്ട് പോകത്തില്ല. അതിപ്പം ജേട്ടനും മുത്തശ്ശനും മുത്തശ്ശിക്കും മാത്രമല്ല, അതിപ്പം എനിക്കും തോന്നി തുടങ്ങിയിട്ടുണ്ട് എന്നിങ്ങനെ സങ്കടത്തോടെ പറയുകയാണേ. ഇനി തർക്കത്തിനൊന്നും ഞാനില്ല, എനിക്കിനി സംസാരിക്കാനും വയ്യ. കല്യാണം കഴിഞ്ഞാൽ സ്വന്തം മക്കളുടെ ഭാവിയല്ലേ അച്ഛനമ്മമാർ നോക്കേണ്ടത്. അതിന് ഞങ്ങൾ തടസ്സമായിട്ടൊന്നും നിൽക്കുന്നില്ലല്ലോ. അപ്പോഴത്തേക്ക് നമ്മുടെ നന്ദു പറയേ, ആദർശേട്ടൻ്റെ അമ്മ ആഗ്രഹിക്കുന്നത് കരൾ ദാനമായി നൽകിയ ആളെപ്പോലൊരു മരുമകളെയാണ്. അതെ, മോള് പറഞ്ഞത് നേരാണ്. പക്ഷേ ആ പെൺകുട്ടി വിവാഹിതയായതുകൊണ്ടാണ് മോള് പറഞ്ഞ പോലെ ഒരു തീരുമാനം ആദർശിൻ്റെ അമ്മ എടുക്കാത്തത്. അല്ലെങ്കിൽ ഞങ്ങളുടെ മോളെ തള്ളിക്കളഞ്ഞിട്ട് ആദർശിൻ്റെ അമ്മ അവളെ മരുമോളാക്കിയേനെ. ഇപ്പോൾ പറഞ്ഞതാ സത്യം എന്ന് പറഞ്ഞിട്ട് നയനേനെ ഇങ്ങനെ തോളോട് ചേർത്ത് പിടിച്ചിട്ട് പറയുകയാണേ, എൻ്റെ ജീവൻ നിലനിർത്തിയ പെൺകുട്ടിയെ എനിക്ക് മറക്കാൻ പറ്റില്ല. എന്നിട്ട് കരഞ്ഞുകൊണ്ട് പറയുകയാണേ, ഇവളെ ഞാൻ എൻ്റെ മരണം വരെ ചേർത്ത് പിടിക്കും, മറ്റാരെക്കാളും, എൻ്റെ മോനേക്കാളും എൻ്റെ മോളോട് ഇപ്പോൾ എനിക്ക് സ്നേഹമുണ്ടെന്നും പറഞ്ഞ് നയനയുടെ മുഖത്തൊക്കെ കൈ കൊണ്ട് പിടിക്കുന്നുണ്ടേ. ഇവളില്ലാതെ ഇനി ഒരു നിമിഷം പോലും എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. അതൊക്കെ കേൾക്കുമ്പോഴത്തേക്കിനും എല്ലാവരുടെ മുഖത്തും ഇങ്ങനെ ആശ്ചര്യം കേട്ടോ. നന്ദുവൊക്കെ ചിരിക്കുന്നുണ്ട്, നന്ദുവും ഗോവിന്ദനും ചിരിക്കുന്നുണ്ട്. കനകയൊക്കെ ആണെങ്കിൽ സന്തോഷം കൊണ്ട് കണ്ണുകളിൽ നിന്ന് അശ്രുകൾ പൊഴിഞ്ഞു വീഴുവാണ്. അപ്പോൾ ഗോവിന്ദനും എല്ലാവരും ചിരിച്ചോണ്ട് നിൽക്കുക കേട്ടോ. നവ്യയുടെ മുഖത്ത് മാത്രം ആശങ്കയാണ്. ഇതെന്താ പെട്ടെന്ന് ഇങ്ങനെ ഒരു ഭാവം? അന്ന് എൻ്റെ ദേവയാനി ഇതൊക്കെ അങ്ങ് നേരത്തെ പറഞ്ഞാൽ പോരായിരുന്നോ? എന്തിനായിരുന്നു ഈ വളച്ചു കേട്ടലൊക്കെ? ഇതുവരെ കള്ളം പറയാത്തൊരു മോളായിരുന്നു നയനമോള്. ഞങ്ങളുടെ മുന്നിൽ ഇതുവരെ നാടകം കളിച്ചിട്ടില്ല എന്ന് ഗോവിന്ദൻ പറയും. പക്ഷേ ജീവിതത്തിൽ ആദ്യമായിട്ട് അവളൊരു നാടകം കളിച്ചു, അവളുടെ അമ്മായിമ്മയ്ക്ക് ഒപ്പം നിന്ന്. അതെ, പ്രായശ്ചിത്തക്കാവിൽ പ്രായശ്ചിത്തം ചെയ്യുന്നതൊക്കെ ഞാൻ നേരിട്ട് എൻ്റെ കണ്ണുകൊണ്ട് കണ്ടതാണെന്ന് ഇങ്ങനെ കനക പറയുകയാണ്. അതെ, മരുമോടെ തലയിൽ മുല്ലപ്പൂ ചൂടിക്കുന്നതൊക്കെ കണ്ടു. അതിന് ശേഷമാണ് 7-ാം മാസത്തെ ചടങ്ങിന് വേണ്ടിയിട്ട് ഞങ്ങൾ അങ്ങോട്ടേക്ക് വന്നത്. എന്നിട്ട് ഇങ്ങനൊരു സീൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് നവ്യമോൾക്കൊപ്പം മോളം കൂട്ടിയിട്ട് വന്നത്. നവ്യമോളോട് പറയാതെ തന്നെ എന്നിങ്ങനെ പറയാം. അപ്പോഴത്തേക്കിനും എല്ലാവരും മുഖത്ത് ഇങ്ങനെ ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ നയന ചോദിക്കുവാണ്, നന്ദനോടാണ് ചോദിക്കുന്നത്, ഇതൊക്കെ നിൻ്റെ ബുദ്ധിയാണോ മോളേന്നെ? അയ്യോ അല്ല ചേച്ചി, ആരെയും കളിപ്പിക്കാത്ത ഈ അച്ഛനും പിന്നെ നമ്മുടെ അമ്മയും കൂടെ ചേർന്ന് നിർത്തിയ നാടകമാണിത്. ഇങ്ങനെ ഒരു രംഗത്തിലൂടെ നിങ്ങളുടെ കള്ളം പൊളിക്കണമെന്ന് നേരത്തെ ഉറപ്പിച്ചിട്ട് തന്നെയാണ് ഇതെല്ലാം ചെയ്തത്. അപ്പോൾ രണ്ടാളും ഒന്നിച്ചിട്ടാണ് എൻ്റെ മുന്നിൽ കൂടെ ശത്രുക്കളെ പോലെ നടന്നത് എന്നല്ലെന്ന് നവ്യം ചോദിക്കുവേ. അപ്പോഴത്തേക്ക് നയന ഇങ്ങനെ തോളത്ത് കൈയൊക്കെ ഇട്ടിട്ട് പറയുവേ, എൻ്റെ അമ്മ എന്നെ സ്നേഹിക്കുന്നുള്ളത് മനസ്സിലാക്കിയിട്ട് കുറേ ദിവസമായി. അതിനുശേഷം എനിക്കൊരു അവാർഡ് കിട്ടിയല്ലോ, അമ്മയുടെ കൂട്ടുകാരിയും മകളും കൂടെ തന്ന ഒരു അവാർഡ്. അതൊക്കെ സംഘടിപ്പിച്ചതേ എൻ്റെ ഈ അമ്മയാണ്. എന്നിട്ട് ആ അവാർഡ് ദാന ചടങ്ങിന് അമ്മ വരില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അത്ര വാശി പാടില്ലല്ലോ, അതുകൊണ്ടാണ് ഞാൻ നിർബന്ധം പിടിച്ചത് അമ്മ വന്നാലേ ആ അവാർഡ് ഞാൻ മേടിക്കുള്ളൂ എന്ന്. അന്നത്തെ ദിവസം 4 ആളുടെ മുന്നിൽ വെച്ചിട്ടാണ് ഞാൻ ആ സസ്പെൻസ് പൊളിച്ചത്. മോളെ നിങ്ങൾ അങ്ങോട്ടേക്ക് വിടുന്നില്ലെന്ന് പറഞ്ഞ ദിവസം എനിക്ക് അങ്ങോട്ടേക്കൊന്നും ഉറങ്ങാനും കൂടെ പറ്റിയിട്ടില്ല എന്നിങ്ങനെ ദേവയാനിയും പറയുന്നുണ്ടേ. ഞങ്ങൾക്കറിയായിരുന്നു അതൊക്കെ, അതുകൊണ്ട് 1-2 ദിവസം കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ മോളെ ഞങ്ങൾ അവിടെ കൊണ്ടുവന്ന് വിട്ടേനെ. അല്ലെങ്കിൽ ആദർശ് മോനോട് പറഞ്ഞേനെ മോളെ വിളിച്ചുകൊണ്ട് പോകാൻ. പിന്നെ മോൻ വിളിക്കാൻ വന്നപ്പം നല്ല വിഷമത്തോട് കൂടിയിട്ടാണ് മോനോട് ഞങ്ങൾ അങ്ങനെ പറഞ്ഞത്. അതിന് ആദർശേട്ടന് എന്നോട് ദേഷ്യം ഉണ്ടാവുമോ അമ്മയെന്നിങ്ങനെ ചോദിക്കുക. അത് പിന്നെ ദേഷ്യം ഇല്ലാണ്ടിരിക്കുമോ മോളെന്നിങ്ങനെ ചോദിക്കുന്നുണ്ടേ. അവൻ വന്നിട്ട് എന്നെ കുറെ കുറ്റപ്പെടുത്തി. അമ്മ കുറച്ചുകൂടി മാന്യമായിട്ട് വേണമായിരുന്നു നയനയുടെ അച്ഛനോടും അമ്മയോടും ഒക്കെ സംസാരിക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞു. എൻ്റെ മോൻ എന്നോട് മുഖം നോക്കിയിട്ടാണ് ചോദിച്ചത്. ആ അഭിപ്രായം തന്നെ അവിടെ പലർക്കും ഉണ്ട്. എന്നാൽ മറ്റു ചിലർ ഭയങ്കര സന്തോഷത്തിലുമാണ് ഞാൻ മോളെ വിളിച്ചുകൊണ്ട് വരാത്തതിൽ. നീ എന്താണെങ്കിലും എൻ്റെ മോളില്ലാതെ ഞാൻ പോവില്ല എന്നിങ്ങനെ പറയാം. അപ്പോൾ എല്ലാവരുടെ മുഖത്ത് ഇങ്ങനെ ശരിയാണ്. അപ്പോൾ നമ്മുടെ ഗോവിന്ദൻ പറയും, കൊണ്ടുപോയിക്കോ, ഇനി മരുമകളെ ഇങ്ങോട്ടേക്ക് വിടുകയേ വേണ്ട. സത്യം പറയാലോ, ഇവളാണ് എന്നെ സഹായിച്ചതെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഒരു നിമിഷം പോലും ഇവളെ പിരിഞ്ഞിരിക്കാൻ പറ്റാത്തൊരു
അവസ്ഥയിലൂടെയാണ് ഞാൻ പോകുന്നത്. പിന്നെ കനക ചെന്ന് നമ്മുടെ ദേവയാനെ കെട്ടിപ്പിടിക്കുന്ന അതിമനോഹരമായ രംഗമാണ് കേട്ടോ നമ്മൾ കാണുന്നത്. കഴിഞ്ഞ കാര്യങ്ങളെ പറ്റിയിട്ടൊക്കെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ആലോചിക്കാറുണ്ട്. അതുകൊണ്ടാണ് പ്രായശ്ചിത്ത കാവൽ പോയിട്ട് മോളെ കൊണ്ട് പോയിട്ട് പൂജ നടത്തിയത്. മോളുടെ അച്ഛനും അമ്മയും കൂടിയിട്ട് എന്നെ ഒരുപാട് പേടിപ്പിച്ച് കളഞ്ഞു കേട്ടോ. അവൾ ഭാഗ്യമുള്ളവളാമ്മേ. ആദർശേട്ടനെ പിന്നാലെ അവരുടെ അമ്മയും കോംപ്രമൈസായി. എൻ്റെ അമ്മായിമ്മ എന്നാണോ ഇങ്ങനെ നന്നാവുന്നതെന്ന് ഇങ്ങനെ പറയേ. അപ്പോഴത്തേക്കും നമ്മുടെ നന്ദു പറയുന്നുണ്ടേ, ചേച്ചി അത് പ്രതീക്ഷിക്കണ്ട. ശരിയാ മോളെ, അവരുടെ ജീവൻ എൻ്റെ ജീവൻ കൊടുത്ത് സംരക്ഷിച്ചാലും എൻ്റെ ജീവൻ പോയല്ലോ എന്നോർത്ത് സന്തോഷത്തിലായിരിക്കും അവർ നടക്കുക. അങ്ങനെ ഒരു സാധനം അതെന്നൊക്കെ പറയുന്നുണ്ട്. പിന്നീട് കാണിക്കുക നമ്മുടെ അനന്തപുരി തറവാടാണ് കേട്ടോ. നമ്മുടെ മുത്തശ്ശനും മുത്തശ്ശിയും ആദർശം കൂടെ ഇരിക്കുകയാണ്. അപ്പോൾ മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ തമ്മിൽ ഇടയ്ക്ക് എപ്പോഴെങ്കിലും വഴക്കുണ്ടായിട്ടുണ്ടോ ചോദിക്കുന്നുണ്ട് കേട്ടോ. ഞങ്ങൾ തമ്മിൽ പ്രശ്നമൊന്നുമില്ല മുത്തശ്ശ. ഞങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങളൊന്നും വഴക്കോ പിണക്കോ ഒന്നും അല്ല നയനെ ഇങ്ങോട്ട് വിടാതിരിക്കാനുള്ള കാരണം. അമ്മയുടെ പ്രശ്നം തന്നെയാണ്. അമ്മയ്ക്ക് ഇത്തിരൂടെ ഒന്ന് നല്ല രീതിയിൽ പെരുമാറായിരുന്നു എന്നാണ് അവർ പറയുന്നതെന്ന് പറയുക. അപ്പം നമ്മുടെ മുത്തശ്ശി പറയുന്നുണ്ട്, അത് ശരിയല്ലേ, അവർക്ക് ഇത്തിരൂടി നല്ല മാന്യമായ രീതിയിൽ ഒന്നുകൂടെ സംസാരിച്ചു കൂടായിരുന്നോ, പെരുമാറിക്കൂടായിരുന്നോ എന്നിങ്ങനെ മുത്തശ്ശിയും പറയുന്നുണ്ട്. കല്യാണം കഴിഞ്ഞിട്ട് ഇത്ര നാളായില്ലേ, ദേവയാനയ്ക്ക് കരൾ വരെയും കൊടുത്തു. അപ്പോഴത്തേക്ക് നമ്മുടെ ജയ അങ്ങോട്ടേക്ക് വന്നിട്ട് പറയവേ, അവൾ അമ്പലത്തിൽ പോകുമെന്ന് പറഞ്ഞിട്ട് പോയെന്ന് പറയേ. അപ്പം നമ്മുടെ മുത്തശ്ശൻ പറയുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ ചില സത്യങ്ങൾ വെളിപ്പെടുത്തേണ്ടി വരും. അമ്പലത്തിൽ പോയിട്ട് നിൻ്റെ അമ്മ ഇതുവരെ വന്നില്ലല്ലോ മോനെ എന്നിങ്ങനെ ജയൻ ചോദിക്കുന്നുണ്ട്. അവൾ അവിടെ ഭജന ഇരിക്കുമായിരിക്കും. നയനമോള് പോയത് അവൾ സ്നേഹിക്കുന്ന ആർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല എന്ന് അറിയാലോ. അങ്ങനെയെങ്കിൽ മോള് മടങ്ങി വരാനായിരിക്കും ദേവയാനെ പ്രാർത്ഥിക്കുന്നത് എന്നിങ്ങനെ മുത്തശ്ശൻ പറയുന്നുണ്ട്. അങ്ങനെ പ്രാർത്ഥിച്ചതുകൊണ്ട് കാര്യമില്ലല്ലോ അച്ഛാ. മടങ്ങി വന്നു കഴിഞ്ഞാൽ ആ കുട്ടിയെ സ്നേഹിക്കണ്ടേ. കഴിഞ്ഞ ദിവസം ഞാൻ നോക്കുമ്പോൾ അമ്മായിയമ്മ മരുമകളുടെ മുടി തോർത്തി കൊടുക്കുകയാണ്. ആ കാഴ്ച കണ്ടപ്പോൾ ഞാനൊന്ന് സന്തോഷിച്ചു. രണ്ടാളുടെയും പിണക്കമൊക്കെ മാറി എന്നാണ് വിചാരിച്ചത്. പിന്നെ മോള് പറഞ്ഞത് തല തോർത്തി കൊടുക്കുന്ന സമയത്തും മോളുടെ ചെവി കടിച്ചു പറിക്കുകയായിരുന്നെന്ന്. തലയിൽ വെള്ളം താഴ്ന്നിട്ട് പനി വന്നു കഴിഞ്ഞാൽ മോള് വീണ്ടും വീട്ടിലേക്ക് പോകുമെന്നായിരുന്നു അവളുടെ പേടി. അങ്ങനെ പോയി കഴിഞ്ഞാൽ നീ വിഷമിക്കുമെന്ന് അവൾക്കറിയാം. അപ്പോഴത്തേക്ക് നമ്മുടെ ആദർശ് പറയുന്നുണ്ട്, അത് തന്നെയല്ല, നവ്യയുടെ 7ാം മാസത്തെ ചടങ്ങിന് അടുക്കളയിലെ എല്ലാ പണിയും ചെയ്തത് അമ്മയാണ്. എന്തെല്ലാം പലഹാരങ്ങളാണ് ഉണ്ടാക്കി വെച്ചത് എന്നിങ്ങനെ പറയാൻ നമ്മുടെ ജയം പറയുന്നുണ്ട്, ഇപ്പം എല്ലാം ചെയ്യും, പക്ഷെ നാവ് ശരിയല്ല. നയന മോള് പെട്ടെന്ന് മടങ്ങി വന്നില്ലെങ്കിൽ കരൾ നൽകിയത് ദേവയാനിയാണെന്ന് പറഞ്ഞാലോ എന്നിങ്ങനെ മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട്. എന്താ ജയ നിൻ്റെ അഭിപ്രായം എന്നിങ്ങനെ ചോദിക്കുക. അപ്പം ജയം പറയുന്നുണ്ട്, അങ്ങനെ എന്തെങ്കിലും ചെയ്യേണ്ടി വരും, പക്ഷെ അങ്ങനെ ചെയ്ത് കഴിഞ്ഞെന്നാൽ നമ്മളെയും അവൾ വറുക്കാൻ ചാൻസ് ഉണ്ട്. സത്യം മൂടി വെച്ചതിനെ ഏത് രീതിയിലാണ് പെരുമാറുകയെന്ന് പറയാനും വയ്യ, അതും ഒരു തലവേദനയാണ്. അപ്പോഴത്തേക്കും നമ്മുടെ മുത്തശ്ശി പറയുന്നുണ്ട്, തിരിച്ചു വരുമ്പോഴത്തേക്കിന് എല്ലാവരും കൂടെ നിന്നിട്ട് അവളെ വിമർശിക്കണം. അവളുടെ പോക്ക് ശരിയല്ലെന്ന് പറയുക തന്നെ വേണമെന്നിങ്ങനെ മുത്തശ്ശി പറയുന്നുണ്ട്. അതിനുശേഷം മുത്തശ്ശൻ പറയുന്നുണ്ട്, അത് മാത്രമല്ല, അതിനുശേഷം നമുക്ക് നമ്മുടെ നയനയുടെ വീട്ടിലേക്ക് പോകണം, ഗോവിന്ദനുമായിട്ട് സംസാരിക്കണം. ഗോവിന്ദനോട് പറയുക മാത്രമല്ല, എല്ലാ കാര്യങ്ങളും ക്ലിയർ ചെയ്ത് മോളെ വിളിച്ചുകൊണ്ട് വരികയും ചെയ്യണം. മോളില്ലാത്ത അനന്തപുരി തറവാട് ചിന്തിക്കാനേ പറ്റത്തില്ല. അപ്പം മുത്തശ്ശി പറയുന്നുണ്ട്, എന്താണെങ്കിലും മോളൊരു അത്ഭുതമാണ്. ഇന്നത്തെ കാലത്ത് ആൺകുട്ടികൾ കല്യാണം കഴിഞ്ഞ് കഴിയുമ്പോഴാണ് പൊരുത്തക്കേടുകളും വഴക്കുകളൊക്കെ ഉണ്ടാകുന്നത്. അനാമികയും നവ്യയൊക്കെ ആ ഗണത്തിൽപ്പെടുന്നവരാണ്. എന്നാൽ നയനമോള് വീടിനകത്തുള്ളവരെ ഒന്നിപ്പിക്കാൻ ശ്രമിക്കുന്ന പെൺകുട്ടിയാണ്. അങ്ങനെയുള്ളവർ വീടിന് ഐശ്വര്യമാണ്. അത് നിൻ്റെ ഭാര്യയ്ക്ക് മനസ്സിലാക്കാൻ കഴിയാതെ പോയല്ലോ ജയ. ഇതുപോലൊരു മകളെ എനിക്ക് കിട്ടത്തില്ല എന്നിങ്ങനെയൊക്കെ നമ്മുടെ മുത്തശ്ശൻ ജയനോട് പറയുന്നുണ്ടേ. നയനമോള് കൂടെ ഉണ്ടാവുന്നുള്ള കാര്യം ഉറപ്പാണ്. സ്വന്തം ജീവൻ കളഞ്ഞിട്ടാണെങ്കിലും നമ്മളെ സ്നേഹിക്കുന്ന അവരെ വിട്ടുകളയാൻ പാടില്ല. അതുകൊണ്ട് ഇന്നും കൂടെ നോക്കാം വസുന്ധരെ. ഗോവിന്ദൻ്റെയും കനകയുടെയും കാല് പിടിച്ചിട്ടാണെങ്കിലും മോളെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരണം എന്നിങ്ങനെ എല്ലാവരും കൂടെ ഇന്ന് പറയുവാണേ. രാവിലെ ഉറക്കം എണീക്കുമ്പോഴേ ഒരു ഗ്ലാസ് ചായയുമായിട്ട് വരുന്ന മോളുടെ മുഖം എനിക്ക് കാണാതിരിക്കാൻ പറ്റില്ല. അത് ശരിയാ മോനെ, എന്തൊക്കെ പറഞ്ഞെന്നാലും മോൾ ഈ വീട്ടിലുണ്ടാവണം എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴത്തേക്കിനും ആദർശ് ഇങ്ങനെ ആലോചിക്കുവാണ് സന്തോഷത്തോടു കൂടിയിട്ട്. അടുത്തായിട്ട് കാണിക്കുന്നത് നമ്മുടെ ഗോവിന്ദനിൽ നിന്ന് ഭക്ഷണം കഴിക്കുകയാണ് കേട്ടോ. കൂടത്തിൽ നമ്മുടെ ദേവയാനിയും നയനയും ഒക്കെ ഇരുന്ന് ഭക്ഷണം കഴിക്കുവാണേ സന്തോഷത്തോടു കൂടിയിട്ട്. അതിനിടയ്ക്ക് നമ്മുടെ ഗോവിന്ദൻ പറയുന്നുണ്ട്, എന്നാലും ആദർശമൻ പോലും ഈ കാര്യം അറിയാത്തത് വലിയ കാര്യമാണ്. അതെ, ഓപ്പറേഷൻ കഴിഞ്ഞതിന് ശേഷം ആദർശമോൻ്റെ മുത്തശ്ശിയും കൂടെ ഇവിടെ വന്നിരുന്നു. എന്നിട്ടാണ് ഒരു ചെല്ലം നിറയെ സ്വർണം മോക്ക് കൊടുത്തത്. അതൊക്കെ അറിയാതെയാണ് ഞാൻ മുത്തശ്ശിയോടും ഒക്കെ വഴക്കടിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഒരു സങ്കടം കൂടി ഉള്ളൂ. ചേച്ചിക്കും അനിയത്തിക്കും ഒപ്പം നന്ദു മോളെ കൂടി അങ്ങോട്ടേക്ക് വിളിച്ചുകൊണ്ട് വരേണ്ടതായിരുന്നു, അനിയുടെ പെണ്ണായിട്ട് എന്നൊക്കെ എന്നും കൂടെ പറയുകയാണ്. അപ്പോഴത്തേക്കും നന്ദു ഇങ്ങനെ നോക്കുക കേട്ടോ. പക്ഷേ അതിനും ഇപ്പോൾ കഴിയാതെ പോയില്ലേ. അവിടെ എൻ്റെ മരുമോള് ചെയ്തത് പോലും തെറ്റാ എന്നിങ്ങനെ ദേവയാനി നനയുടെ മുഖത്ത് നോക്കി പറയുന്നുണ്ടേ.
അങ്ങനെ തെറ്റായിട്ട് ഞങ്ങൾക്ക് തോന്നുന്നില്ല എന്നിങ്ങനെ ഗോവിന്ദൻ പറയുവേ. അന്നേരത്തേക്ക് നമ്മുടെ ദേവയാനി പറയുന്നുണ്ട്, പക്ഷേ ഇപ്പം അനിയും അനാമികയും ഇപ്പോഴും വഴക്ക് കൂടുന്നത് നന്ദമോളുടെ പേരും പറഞ്ഞിട്ടാണ്. അത് പിന്നെ ഇവളുടെ ഭാഗത്തും തെറ്റുണ്ട്. കല്യാണം കഴിഞ്ഞതിന് ശേഷം അനിയെ കാണരുതെന്ന് പറഞ്ഞിട്ട് അവളിത് കേട്ടില്ല. അനിയും അങ്ങനെ തന്നെയാണ് എന്നൊക്കെ പറയുന്നുണ്ട്. എല്ലാവരും നല്ല സന്തോഷത്തോടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നതിന് ഇടയിലാണ് ഈ ഒരു സംഭാഷണങ്ങളൊക്കെ കേട്ടോ. എന്നിട്ട് പിന്നെ ദേവയാനി പറയുന്നുണ്ട്, അവൻ്റെ കല്യാണം കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി നമ്മൾ പരസ്പരം പല കാര്യങ്ങളും മനസ്സിലാക്കി പോകണം മോളെ. എന്താണെങ്കിലും എനിക്ക് ഒത്തിരി ആശ്വാസമുണ്ട്. ഇത് പിടിക്കപ്പെട്ടത് കൊണ്ട് ഇനി എപ്പോൾ വേണമെങ്കിലും എൻ്റെ മോളെ ഇവിടെ വന്നിട്ട് എനിക്ക് കാണാമല്ലോ. സത്യത്തിൽ ഇതിന് ഇങ്ങനെയല്ല, ഒരു സദ്യ തന്നെയാണ് തരേണ്ടത് എന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ദേവയാനിക്ക് സന്തോഷമാവുകയാണ്. വലിയൊരു സദ്യ തന്നെ ഒരുക്കണം അല്ലേ എന്നിങ്ങനെ ചോദിക്കുക. അപ്പോൾ നമ്മുടെ ദേവയാനി പറയുന്നുണ്ട്, അതിനെന്താ, വലിയൊരു സദ്യ തന്നെ ഒരുക്കിക്കോ, എന്നിട്ട് എന്നെ വിളിച്ചു, ഞാൻ മോളുമായിട്ട് വന്നിട്ട് അത് സന്തോഷത്തോടു കൂടി കഴിച്ചോളാം. ശരീരമൊക്കെ നോക്കണേ മോളെ എന്നിങ്ങനെ നവ്യോടും പറയുന്നുണ്ട്. അനന്തപുരി തറവാട്ടിൽ ആദ്യമായിട്ട് ജനിക്കുന്ന കുഞ്ഞാണ്. ആ കുഞ്ഞിനെ എല്ലാവരും കാത്തിരിക്കുകയാണ്. അപ്പോഴത്തേക്ക് നമ്മുടെ കനക പറയുന്നുണ്ട്, ഇപ്പം അഭിയത്രി വിളിക്കുന്നൊക്കെ ഉണ്ടെന്നൊക്കെ പറയുവേ. അപ്പോൾ നമ്മുടെ ദേവയാനി പറയുന്നുണ്ട്, എങ്ങനെയെങ്കിലും അവളെ മോള് മാറ്റിയെടുക്കണം. എന്താണെങ്കിലും കനകയോടും ഗോവിന്ദനോടും തറപ്പിച്ച് പറയുകയാണ്, ഇതുപോലൊരു മോളെ കിട്ടിയ നിങ്ങൾ ഭാഗ്യവാന്മാരാണ്. തുടക്കത്തിലെ രണ്ടുപേരും കീരിയും പാമ്പും ആയിരുന്നെങ്കിലും ഇപ്പോൾ പരസ്പരം മനസ്സിലാക്കിയാണ് രണ്ടുപേരും ജീവിക്കുന്നത്. അതിൽ എൻ്റെ മോനും ഒരുപാട് ഭാഗ്യമുണ്ട്. ഇനിയിപ്പോൾ എന്തൊക്കെ സംഭവിച്ചെന്നാലും ആദർശ് മോളെ കൈവിടില്ല. പക്ഷേ ഇപ്പോൾ ആദർശേട്ടൻ എന്നോട് ദേഷ്യമാണെന്നാണ് എൻ്റെ തോന്നൽ എന്നിങ്ങനെ പറയുക. അപ്പോൾ നമ്മുടെ ദേവയാനി പറയുന്നുണ്ട്, അതെന്താണെങ്കിലും കാണും. അവൻ വന്ന് വിളിച്ചപ്പോൾ ഇവള് പോയില്ലല്ലോ, അതുകൊണ്ട് തീർച്ചയായിട്ടും അവന് ദേഷ്യം ഉണ്ടാവും എന്ന് പറയുമ്പം നയന സങ്കടത്തോടെ ഇങ്ങനെ നോക്കുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ സൂപ്പർ അടിപൊളി ട്വിസ്റ്റുമായിട്ടാണ് ഇന്നത്തെ പത്രമാറ്റ് എത്തുന്നത്. അപ്പോൾ ചാനൽ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുതേ. ഓക്കെ, താങ്ക്